സ്വരാജ് തന്നെയാണ് 2ാം സ്ഥാനത്ത് അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഷൗക്കത്ത് 3ാം സ്ഥാനത്താണ്. എൻ്റെ സർവേ പ്രകാരം ഈ 10,000 വോട്ട് ഇങ്ങോട്ട് വരുന്നതോട് കൂടി സ്വരാജ് കയറും. ഷൗക്കത്ത് 3ാം സ്ഥാനത്താണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ആര്യാടൻ ഷൗക്കത്ത് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് PV അൻവർ. അല്ല, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യത പരാജയ ഭീതി മൂലം PV അൻവർ 10,000 ക്രോസ് വോട്ട് നടത്തി. നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വിവരം നാളെ അറിയല്ലോ, മറ്റന്നാൾ കാത്തിക്കണ്ടല്ലോ. ആ എഴുത്തിന് നാളെ രാവിലെ 9 മണി വരെ അല്ല ആയുസുള്ളൂ. ഇപ്പം എത്രയായി? 9 മണി. 12 മണിക്കൂറില്ല, 11 മണിക്കൂർ. ഇപ്പം നിങ്ങൾ എഴുതിയാൽ എനിക്കൊരു പേടിയില്ല. എന്ത് ഞാൻ പേടിക്കേണ്ട കാര്യം? ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, ദൈവാനുഗ്രഹം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരാളെ ഒരു സുജാനിയും പേടിക്കേണ്ട കാര്യമില്ല. ഫലപ്രഖ്യാപനത്തിന് തൊട്ട് തലേന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി PV അൻവർ. 10,000 വോട്ടല്ല അങ്ങോട്ട് പോകുന്നത്. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ, UDFിലെ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഒരു 10,000-ഓളം വോട്ട് ഒരു N ബ്ലോക്കായിട്ട് ഒരു വോട്ട് അങ്ങോട്ട് പോയാൽ സ്വരാജ് 10,000 വോട്ട് കയറിയില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഭൂരിപക്ഷത്തിൽ വരേണ്ട വോട്ടത്, അല്ലെങ്കിൽ എൻ്റെ വോട്ടിൽ വരേണ്ട വോട്ടാണത്. രണ്ടിലൊന്നും നടക്കണ്ടേ? ഇത് രണ്ടുമില്ലല്ലോ. എല്ലാവരും ഉണ്ടാവും അതിൽ. ഇത്രയും ദിവസം നിങ്ങൾ നിലമ്പൂരിലൂടെ നടന്നിട്ട് ഷൗക്കത്തിന്റെ വിരോധികൾ ആരാന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ മറുപടി പറയട്ടെന്ന്. നമ്മളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? നിങ്ങളൊക്കെ ഇത്രയും കാലം ഈ മനുഷ്യന്റെ പൾസ് അടിച്ച് നടന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഷൗക്കത്ത് പറ്റൂല എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കൊന്നും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പത്രമാധ്യമ പ്രവർത്തകരെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു അന്വേഷണ ത്വര ഉണ്ടാവുന്നുണ്ട്. എന്താ ഈ ചങ്ങാതി അന്ന് തുടങ്ങിയല്ലോ ഈ ഷൗക്കത്തിനെതിരെ എങ്ങനെ പറയുന്നത്? ഇതിൽ വല്ല വസ്തുതയുണ്ടോ എന്നുള്ളൊരു പരിശോധന നിങ്ങൾ സ്വകാര്യത്തിൽ നടത്തണ്ടേ? അപ്പോൾ ഞാനീ പറഞ്ഞ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ഒരു ആംഗിളിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. സ്വരാജ് ആകാനാണ് സാധ്യത. നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട് പ്രകാരം അതിനാണ് സാധ്യത. ഈ 10,000 വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോയിട്ടുണ്ടെങ്കിൽ സ്വരാജ് തന്നെയാണ് 2ാം സ്ഥാനത്ത്. പോയിട്ടില്ലെങ്കിൽ ഷൗക്കത്ത് 2ാം സ്ഥാനത്താണ്. ഒരു സാധ്യതയില്ല. അത് നമുക്ക് തീരുമാനിക്കാമെന്ന്. അപ്പോൾ ജയിച്ചാലല്ലേ? അപ്പം അങ്ങനെ ജയിച്ചു സമ്മതിച്ചോ? അല്ല, ജയിച്ചാൽ പോകുന്ന പറഞ്ഞു. ജയിച്ചു നിങ്ങൾ സമ്മതിച്ചോ? ആ, പിന്നെ ഇപ്പോൾ ഞാൻ പോണ കാര്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ജയിച്ചാലല്ലേ പോകണ്ടുള്ളൂ. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കോണിലും എവിടെയോ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്നിട്ടുണ്ടല്ലോ. അല്ല, അത് വിടേ. അല്ല, നമ്മൾ ആന്റി പിണറായിസാണ് നമ്മളെ പൊളിറ്റിക്സ്. ആ പിണറായിസമാണ് ഈ നാടിനെ ഈ കോലത്തിലാക്കിയത്. ആ പിണറായിസമാണ് ഈ തൊഴിലാളികളെ ഈ അവസ്ഥയിലെത്തിച്ചത്. ആ പിണറായിസമാണ് ആശാ വർക്കർമാരെ ഈ നടു റോഡിലൂടെ തെണ്ടിക്കുന്നത്. ആ പിണറായിസമാണ് ഈ പാവപ്പെട്ട സഖാക്കൾക്ക് മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത്. അത് തന്നെയാണ് നമുക്ക് ആന്റി. അതിലെന്ത് ഷൗക്കത്തും പിണറായിയും തമ്മിൽ എൻ്റെ വിരോധം വെച്ച് നോക്കുമ്പോൾ ആനയും അമ്പയാറും തമ്മിലെ വ്യത്യാസമല്ലേ? എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ചില എന്താ പറയുക ബാക്ക് ഓപ്പറേഷൻ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കൽ പോലും അൻവറിനെതിരെ പറഞ്ഞിട്ടില്ല. അൻവറിനെതിരെ എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ, കറക്റ്റാണ്. ഇപ്പം ഹൈക്കോടതിയിൽ 5 കേസ് ഇറക്കുന്നുണ്ട്. അറിയോ? ഇവൻ്റെ അനിയൻ ആര്യാടൻ ഷൗക്കത്ത കേസ് നിലമ്പൂരിൽ നിന്ന് പോയിട്ട് ഹൈക്കോടതി നടത്തുന്നത് ആര്യാടൻ്റെ ഈ പറയുന്ന എന്താണ് അഡ്വക്കേറ്റ് ആസാദ് 5 കേസ്. നിങ്ങൾക്കറിയോ? അങ്ങനെ എന്തൊക്കെ. അപ്പോൾ അതിപ്പോൾ ഒന്നും ഇപ്പോൾ പറയണ്ട. ആ വിരോധം വേറെ. പൊളിറ്റിക്കലി നമ്മൾ പിണറായിസത്തെ അടിച്ചിടണം. അതിന് അദ്ദേഹത്തെ പറ്റില്ല. അദ്ദേഹം ആന്റി പിണറായി അല്ല, അദ്ദേഹം ഒളിഞ്ഞ പിണറായിയാണ്. അതാണ് വാദം, അതാണ് വസ്തുത. അല്ല, അതൊക്കെ നിങ്ങളെ ഭാഷയിൽ എഴുതിക്കോ. ഞാൻ മലയാളമല്ല ഇപ്പം ഈ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എന്തും എഴുതാം. അതിൽ UDF ലീഡർഷിപ്പിൻ്റെ അടുത്ത് വലിയ പിഴവ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയിട്ടുണ്ട്. UDF അതായത് 10,000 വോട്ട് ചോരുന്നതിൻ്റെ കാരണം ഈ സ്ഥാനാർത്ഥി നിർണയം.
അതാണല്ലോ ഞാൻ അനിൽകുമാറിൻ്റെ കാര്യം പറയാൻ കാരണം. ഒരിക്കലും ലീഡർഷിപ്പ് അറിയില്ല. ലീഡർഷിപ്പ് അതിനാണ് സമ്മതിക്കുമോ? എവിടെ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആത്മാർത്ഥമായി UDF വേണ്ടി രാപ്പകൽ അധ്വാനിച്ചത് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അല്ലേ? രാപ്പകൽ അധ്വാനിച്ചത്. കുഞ്ഞാണ്ടി സാഹിബൊക്കെ വീട്ടിൽ പോയി എന്താ പറയുക, ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ചരിത്രം ഉണ്ടാവുമോ? ആ രീതിയിൽ അവർ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യമല്ല. കാരണം ആ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായ പ്രകാരം അവരുടെ ഉള്ളിലെ താല്പര്യപ്രകാരവും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് വന്നിട്ടുണ്ട്. പക്ഷേ ലീഗ് എന്ന പാർട്ടി ആ UDF ഉറച്ചു നിൽക്കല്ലേ. ഈ UDF നട്ടലിൽ ഈ പറയുന്ന മുസ്ലിം ലീഗാണല്ലോ. ആ നട്ടലൊന്ന് ഊരി വെക്കണ്ടേ? അപ്പോഴല്ലേ ബാക്കിയുള്ളവരെ വലിപ്പറിയാം. എന്നിട്ടും അവർ പല ഘട്ടത്തിലും അപമാനിക്കപ്പെട്ടത് എനിക്കറിയാം. എന്നിട്ട് പോലും ആത്മാർത്ഥമായി എന്താ പറയുക, പാണക്കാട് കുടുംബവും കുഞ്ഞാട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ലീഗ് ലീഡർഷിപ്പ് ആത്മാർത്ഥമായിട്ടവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ അണികൾ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ചില കാര്യം വാപ്പാർ പറഞ്ഞ മക്കൾ കേൾക്കാതിരിക്കൂലേ? ഇപ്പം എൻ്റെ വാപ്പ പറഞ്ഞ് പലപ്പോഴും ഞാൻ കേൾക്കാതെ വന്നിട്ടുണ്ട്.